ഗണപതിയുടെ ജനനകഥ ആരംഭിക്കുന്നത് പാർവതി ദേവിയിൽ നിന്നാണ്. പരമശിവന്റെ പത്നിയായ പാർവതി തന്റെ സഹചാരിയും കാവൽക്കാരനുമായ ഒരു മകനെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ഒരു ദിവസം അവൾ കുളിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മഞ്ഞൾ ഉപയോഗിച്ച് ഒരു കുട്ടിയെ രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. ഒരു ആൺകുട്ടിയുടെ രൂപം നൽകി. പ്രതിമയിൽ ജീവൻ ശ്വസിക്കുകയും സുന്ദരവും ശക്തനുമായ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അവൾ അവന് ഗണേശൻ എന്ന് പേരിടുകയും തന്റെ സ്നേഹവും അനുഗ്രഹവും നൽകുകയും ചെയ്തു. ഗണേശനോട് തന്റെ അറയുടെ പ്രവേശന കവാടത്തിൽ കാവലിരിക്കാനും കുളിക്കുമ്പോൾ ആരെയും അകത്ത് കടക്കാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശിച്ചു. അനുസരണയുള്ളവനും വിശ്വസ്തനുമായ മകനെന്ന നിലയിൽ ഗണേശൻ അമ്മയുടെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രവേശന കവാടത്തിൽ നിലയുറപ്പിച്ചു. ഗണേശൻ അറിയാതെ പാർവതിയുടെ ഭർത്താവായ പരമശിവൻ സംഭവസ്ഥലത്തെത്തി. തടസ്സമില്ലാതെ പാർവതിയുടെ അറയിലേക്ക് സ്വതന്ത്രമായി പ്രവേശിക്കാൻ ശീലിച്ച ശിവൻ തന്റെ വഴി തടയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട് അത്ഭുതപ്പെട്ടു. ശിവൻ പാർവതിയുടെ ഭർത്താവാണെന്ന് അറിയാതെ ഗണേശൻ അവനെ തടഞ്ഞു നിർത്തി അകത്തു കടക്കാൻ സമ്മതിച്ചില്ല. ഈ ധീരതയിൽ കുപിതനായ പരമശിവൻ തന്റെ തൃശൂലം ഊരി ബാലനുമായി ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു. പാർവതിയുടെ ദിവ്യശക്തിയുടെ പ്രകടനമായ ഗണേശൻ തുല്യശക്തിയോടെയും നിശ്ചയദാർഢ്യത്തോടെയും തിരിച്ചടിച്ചു. തന്റെ ധീരമായ പ്രയത്നങ്ങളുണ്ടായിരുന്നിട്ടും ഗണേശൻ ശക്തനായ പരമശിവനു തുല്യനായിരുന്നില്ല. യുദ്ധത്തിനിടയിൽ ശിവൻ തന്റെ തൃശൂലത്താൽ ഗണപതിയുടെ തലയിൽ അടിച്ചു. അത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. നിർജീവമായി കിടക്കുന്ന മകന്റെ കാഴ്ച പാർവതിയിൽ അടക്കാനാവാത്ത ദുഃഖം നിറഞ്ഞു. പാർവതിയുടെ ദുഃഖം കോപമായി മാറുകയും ഗണപതിയുടെ ജീവൻ പുനഃസ്ഥാപിക്കാൻ ശിവൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ പ്രിയപത്നിയുടെ തീവ്രമായ ദുഃഖം കണ്ട ശിവൻ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി. തിരുത്താൻ ആദ്യം കണ്ടെത്തിയ ജീവിയുടെ തല കൊണ്ടുവരാൻ അദ്ദേഹം തന്റെ പരിചാരകരോട് നിർദ്ദേശിച്ചു. ആനയുടെ തലയുമായി പരിചാരകർ വേഗം മടങ്ങി. ഭഗവാൻ ശിവൻ ആനയുടെ തല ഗണപതിയുടെ ശരീരത്തിൽ സ്നേഹപൂർവ്വം വച്ചു. അവനിൽ പുതുജീവൻ നൽകി. ഇപ്പോൾ ആനയുടെ തലയുമായി ഗണേശൻ ഉണർന്ന മാതാപിതാക്കളുടെ മുന്നിൽ നിന്നു. തന്റെ മകനെ വീണ്ടും ജീവനോടെ കണ്ടപ്പോൾ പാർവതിയുടെ ദുഃഖം അതരര സന്തോഷമായി മാറി. പരമശിവനും ഗണപതിയെ തന്റെ പുത്രനായി സ്വീകരിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അന്നുമുതൽ ഗണേശൻ ആന തലയുള്ള ദേവനായി അറിയപ്പെടുന്നു. സ്നേഹവും കരുണയും ഉള്ള പ്രകൃതം. തടസ്സങ്ങൾ നീക്കുന്നവനായും ജ്ഞാനത്തിന്റെ ദൈവമായും അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു. ഭക്തി, വിശ്വസ്തത, അമ്മയുടെ നിരുപാധികമായ സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഗണപതിയുടെ ജനനകഥ നമ്മെ പഠിപ്പിക്കുന്നു.